വീട്ടമ്മയുടെ പല എപ്പിസോഡുകളും നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയത് തന്നെ നമ്മുടെ നാട്ടിൽ പട്ടിണിയല്ല പ്രശ്നം, നമ്മുടെ നാട്ടിൽ കൂടുതൽ വിഭവസമൃദ്ധമായ ആഹാരങ്ങളാണ് പ്രശ്നം. നമ്മളുടെ ആരോഗ്യശീലങ്ങൾ അല്ലെ ജീവിത ശൈലികൾ, ശൈലീ രോഗങ്ങൾ എന്ന് പറഞ്ഞ ഒരുപാട് ഒരു ലിസ്റ്റ് നമ്മളുടെ പുറകെ ഇങ്ങനെ നീട്ടി ക്യൂ നിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖ സ്ഥാനവും ഏറ്റവും ഗ്ലാമറും എപ്പോഴും ആർക്കാ? ഡയബറ്റിക്കിന് തന്നെയാണ്. ഒരു ഡയബറ്റിക് ചാറ്റിലേക്ക് കിടക്കാം. വീട്ടമ്മയുടെ എല്ലാ പ്രേക്ഷകർക്കും ഡയബറ്റീസ് ചാറ്റ് എന്ന ഇൻഫോർമേറ്റീവായ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ അടുത്തിടെ ഞാൻ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് പ്രമേഹ ബാധിതരുടെ അതിൽ 76% ആളുകളുടെ ചികിത്സ പരാജയമാണ്. ഇത് ഡോക്ടറിൻ്റെ കുറ്റമോ അല്ലെങ്കിൽ അവർ കഴിക്കുന്ന മെഡിസിൻ്റെ പ്രശ്നങ്ങളോ ഒന്നുമല്ല. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ അറിവില്ലായ്മ, അത് പ്രമേഹത്തെക്കുറിച്ചുള്ള അവർ അത്ര സീരിയസ് ആയി കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തു തന്നെയാണെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാനും പ്രമേഹത്തെ എത്രമാത്രം സീരിയസ് ആയി നമ്മൾ ഉൾക്കൊള്ളണം വീട്ടമ്മയുടെ പ്രേക്ഷകരോട് ഷെയർ ചെയ്യാനായി പ്രമുഖ ഡയബറ്റോളജിസ്റ്റായ ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടർ നമസ്കാരം. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ അടുത്തിടയ്ക്ക് വായിച്ചൊരു സംഭവമാണ്. 76% ആളുകളിലും പ്രമേഹ ബാധിതരിൽ ആയവർക്ക് അവരുടെ ചികിത്സ പരാജയമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പരാജയം എന്ന് പറയുന്നത്? നമ്മൾ ലക്ഷ്മിയുടെ പറഞ്ഞതുപോലെ ചികിത്സ പരാജയം എന്നത് സൂചിപ്പിക്കുന്നത് ഈ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് ഗുണമില്ലാത്തത് കൊണ്ടും അങ്ങനെയല്ല. ചികിത്സ പരാജയപ്പെടുന്നത് രോഗികൾക്ക് എങ്ങനെയാണ് ഔഷധങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളത് പൂർണ്ണമായിട്ട് അറിയില്ല. ഒരു ഉദാഹരണം, ഔഷധങ്ങൾ ഉപയോഗിക്കുന്ന നല്ലൊരു ശതമാനം പേർക്കും അത് ആഹാരത്തിന് മുമ്പാണോ ആഹാരത്തിന് ശേഷമാണോ ആഹാരത്തോടൊപ്പമാണോ, താൻ എടുക്കുന്ന ഇൻസുലിൻ ഇഞ്ചക്ഷൻ അത് ആഹാരത്തിന് എത്ര സമയത്തിന് മുൻപെടുക്കണം, അല്ല ആഹാരവുമായിട്ട് ബന്ധമില്ലാത്ത ഇൻസുലിൻ ഇഞ്ചക്ഷനാണ് എടുക്കുന്നത്. അങ്ങനെ ഒരു യൂണിഫോമിറ്റി ഇല്ല. ഓരോരുത്തർക്കും അവരുടെ ഔഷധങ്ങളനുസരിച്ച് ഉപദേശങ്ങൾ മറ്റൊന്നാണ് വേണ്ടത്. പിന്നെ പ്രമേഹ രോഗികൾക്ക് ഓർമ്മക്കുറവ് വളരെ കൂടുതലാണ്. അപ്പോൾ ചിലപ്പോൾ പ്രമേഹ ചികിത്സകർ, ഡയബറ്റീസ് എഡ്യൂക്കേറ്റഡ് നഴ്സും ഒക്കെ ഡയബറ്റീസ് ഫാർമസിസ്റ്റ് അവർക്ക് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം. പക്ഷെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ഇത് ഓർത്തെടുക്കാൻ സാധിക്കും, മറന്നുപോകും. പിന്നെ കാഴ്ച കുറവാണെങ്കിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ നമുക്ക് പരാജയം എന്ന് പറയുന്നതിന് കാരണങ്ങൾ 100 കണക്കിനാണ്. ഇപ്പോൾ വ്യായാമം ചെയ്യാൻ പറയുന്നത് മനസ്സിലാക്കുന്നത് ചിലപ്പോൾ മറ്റൊരു വിധത്തിലാകും. അപ്പോൾ വ്യായാമം രാവിലെ ചെയ്യണമെന്ന് പറയും, പക്ഷെ വ്യായാമം ചെയ്യത്തില്ല. ഭക്ഷണ രീതികൾ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഭക്ഷണത്തിൽ ഒരു പ്രത്യേക ഡോക്ടർ ചാർട്ട് കൊടുക്കാറുണ്ടോ? ഇങ്ങനെ ഓരോ രോഗികൾക്ക് ഇത്ര ഭക്ഷണക്രമം അതനുസരിച്ചുള്ള ചാർട്ടുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മളെല്ലാം മനുഷ്യരല്ലേ, അപ്പം ഈ ചാർട്ടിൽ പറയുന്ന രീതിയിൽ ഒരുപോലൊരു ഭക്ഷണം കഴിക്കാനായിട്ട് പ്രയാസമായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഫ്ലെക്സിബിലിറ്റി ആകാം. അതുകൊണ്ട് കൂടുതൽ നമ്മൾ പറയുന്നത് ഇതാകാൻ പാടില്ല. ഇപ്പോൾ പ്രമേഹ രോഗത്തിന് സ്റ്റേജസ് പലതാണ്. അപ്പോൾ പ്രാരംഭദശയിൽ നമ്മൾ കഴിക്കാൻ പറയുന്ന ചില കാര്യങ്ങൾ, ഏതെങ്കിലുമൊക്കെ അനുബന്ധ രോഗങ്ങൾ ഈ പരാജയം കാരണം വന്ന് എത്തിക്കഴിഞ്ഞാൽ അത് വേണ്ട എന്നായിരിക്കും പിന്നെ പറയുന്നത്. അപ്പോൾ എല്ലാ രോഗികൾക്കും സ്വീകരിക്കാവുന്ന ഒരു ഭക്ഷണക്രമമില്ല. അപ്പോൾ ചികിത്സ പരാജയപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളാണ്. പ്രമേഹ രോഗ ചികിത്സയ്ക്ക് ഗ്ലൂക്കോമീറ്റർ അത്യന്താപേക്ഷിതമാണ്. പക്ഷേ എത്ര പേര് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുന്നു? ഗ്ലൂക്കോമീറ്റർ വാങ്ങിക്കഴിഞ്ഞാൽ എത്ര പേര് അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു? ചിലപ്പോൾ ഒരു അലമാരിയിലോ ഷെൽഫിലോ അത് സൂക്ഷിച്ചിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയില്ല എങ്കിൽ അതിൽ കൃത്യമായിട്ട് അളവ് ലഭിക്കുന്നില്ല. അഥവാ കൃത്യമായിട്ട് അളവ് അതിൽ ലഭിക്കുന്നുണ്ട് എങ്കിൽ എങ്ങനെയൊക്കെ നോക്കണം, എപ്പോഴൊക്കെ നോക്കണം? ഈ നോക്കിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെയൊക്കെയാണ് എന്നതിനെ ആശ്രയിച്ച് രോഗചികിത്സയിൽ വ്യതിയാനങ്ങൾ വരുത്തി കൊടുക്കുവാനായിട്ടൊരു ടീം വേണം. അവരുടെ ചികിത്സ ചെയ്യുന്ന ആശുപത്രിയിൽ ഒരു ഡയബറ്റീസ് ടീം വേണം. ഇപ്പോൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് ഉപയോഗിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് നമുക്ക് ചിലപ്പോൾ പൊട്ടൻസി നഷ്ടപ്പെട്ടു പോയ ഇഞ്ചക്ഷൻ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയുണ്ടോ? അതെ, അങ്ങനെയുണ്ട്. അതായത്
നമുക്ക് ടെമ്പറേച്ചർ സെൻസിറ്റീവാണ് ഇതെല്ലാം. അപ്പോൾ ഇത് സൂക്ഷിച്ചിട്ടുള്ള, ഇതിപ്പോൾ മാനുഫാക്ചറിൽ നിന്ന് നമുക്ക് വരുന്നത് എത്രയോ സ്ഥലങ്ങൾ കടന്നിട്ടാണ്, പലതും ഇന്ത്യയിൽ നിന്നല്ല വരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ശീതീകരണത്തിൽ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. ഇത് 2 ഡിഗ്രി മുതൽ ഒരു 8 ഡിഗ്രി സെൽഷ്യസിനുള്ളിലാണ് സൂക്ഷിക്കേണ്ടത്. ഫ്രിഡ്ജിൻ്റെ ആണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഡോറിലാണ്. അപ്പോൾ എവിടെയെങ്കിലും നമുക്ക് കറണ്ട് പോയി, ഇത് കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ പുറത്തായിരുന്നു, അല്ലേ, സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ല. ഇപ്പം ആൾക്കാർ വില കുറയുന്ന ഔഷധങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ്. അപ്പോൾ പലപ്പോഴും ഈ പൊട്ടൻസി നഷ്ടപ്പെട്ടു പോയ ഫലപ്രദമല്ലാത്ത ഇപ്പോൾ പകുതി ഗുണമുള്ളതായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ചികിത്സാ പരാജയത്തിന് ഒരുപാട് കാരണങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. കഷ്ടമാണത്. വേൾഡ് ഡയബറ്റീസ് കോൺഗ്രസ് ഒരുപാട് ഗവേഷണങ്ങളും കാര്യങ്ങളും ചർച്ചകളും ഒക്കെ നടന്ന ഒരു ഫംഗ്ഷൻ അല്ലേ? അതിൽ ഡോക്ടറിൻ്റെ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു എന്താ പറയുക, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അന്ന് ഡിസ്കസ് ചെയ്തത് ഒരു ഹോം ഹെൽത്ത് കെയർ സിസ്റ്റം, അങ്ങനെ എന്തോ ഒരു സംഭവം, അതിനെക്കുറിച്ച് ഞാൻ വായിക്കുകയുണ്ടായിരുന്നു. എന്താണ് അത്? ഒന്ന് പ്രേക്ഷകരോടൊന്ന് വിശദീകരിക്കാം. ഞങ്ങൾ പരീക്ഷണാർത്ഥം കുറച്ച് വീടുകളിൽ ഒരു പ്രോജക്റ്റ് ചെയ്തു. അതായത് പരിശീലനം കൊടുത്ത ശേഷം സ്ഥലവാസിയായ ഒരു പെൺകുട്ടിക്ക് കുറച്ച് കിറ്റുകൾ കൊടുത്തിട്ട്, അതായത് BP അപ്പാരറ്റസ്, വെയിങ് മെഷീൻ, ഗ്ലൂക്കോമീറ്റർ, കൊളസ്ട്രോൾ മെഷീൻ, എന്നിട്ട് ഈ പെൺകുട്ടി പല വീടുകളിലും പോയി അവരെ വെറും വയറ്റിൽ രാവിലെ ഉണർന്നിരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇവർക്ക് ഈ പരിശോധനകൾ ചെയ്തു. അപ്പോൾ നമ്മൾ അന്ന് കണ്ടെത്തിയൊരു വിശേഷം എന്ന് പറയുന്നത് പ്രമേഹ രോഗികളും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് പേര്, അതിൽ കൊളസ്ട്രോൾ ഒരുപാട് കൂടുതലുണ്ട്, രക്തസമ്മർദ്ദം ഒരുപാട് കൂടുതലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ ഒരു നല്ല ശതമാനം പേർക്ക് ഇത് ഉണ്ടെന്ന് അറിയില്ല. ആദ്യമായിട്ടായിരിക്കും അല്ലേ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഒരു നല്ല ശതമാനം ആൾക്കാർ രോഗം ചികിത്സിക്കുന്നുണ്ട്, ഗുളികൾ കഴിക്കുന്നുണ്ട്. പക്ഷേ ഡോക്ടർ പോകാൻ പറയുന്നത് ചിലപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും, പക്ഷെ 3 വർഷത്തോളം ഈ മരുന്നിനെ കഴിച്ചുകൊണ്ടിരിക്കും. രക്തസമ്മർദ്ദമൊക്കെ ഒരുപാട് കൂടുതലാണ്, കൊളസ്ട്രോളൊക്കെ ഒരുപാട് കൂടുതലാണ്. പിന്നെ വേറെ കുറേ പേരാണെങ്കിൽ 5 ഗുളികളാണ് ഡോക്ടർ എഴുതി കൊടുത്തിട്ടുള്ളത്. പക്ഷേ അസുഖമൊന്നുമില്ല, രോഗമൊന്നും തോന്നുന്നില്ല, ലക്ഷണങ്ങളൊന്നുമില്ല, നല്ല ഉന്മേഷമുണ്ട്, ഊർജ്ജമുണ്ട്, സുഖമാണ്. അതുകൊണ്ട് ആദ്യത്തെ ഒരു ഗുളിക മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ചികിത്സ അല്ലെങ്കിൽ പരിശോധന വീടുകളിൽ ലഭ്യമാകുമ്പോഴത്തേക്ക് അസൗകര്യങ്ങൾ കൂടാതെ ഇവർക്കിത് സ്വീകരിക്കാൻ സാധിക്കും, ആ ഒരു ഗുരുതരാവസ്ഥ ഇവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നു എന്നതാണ് ഈ ഗവേഷണത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ അവതരിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം ഈ വീടുകളിൽ പോയപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് സ്വീകരിക്കുകയാണ്. ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസാണ്. അത് ശരിയല്ലേ? അത് വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ? സാധാരണ നമുക്ക് വീട്ടമ്മമാർക്കാണെങ്കിലും നമ്മൾ എല്ലാവരുടെയും രോഗങ്ങൾ നോക്കും, പക്ഷെ നമ്മുടെ സ്വയം കാര്യങ്ങൾ നമ്മൾ ഒന്ന് മടിക്കും, സമയമില്ല എന്നുള്ള ഒരു ധാരണ കൊണ്ട് നമ്മൾ ഒന്നും മെനക്കെടാറില്ല. ഇതുപോലുള്ള അവസാനം ഒരു 5-6 വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും രോഗത്തിൻ്റെ ആ ഒരു മൂർധന്യാവസ്ഥയിലായിരിക്കും നമ്മളത് തിരിച്ചറിയുന്നതും പിന്നെ അതിനു വേണ്ടി ഓടി നടക്കുന്നതും. ഈ വീട്ടമ്മ എന്ന് പറഞ്ഞില്ല, ഈ ഒരു ഹോം ഹെൽത്ത് കെയർ പ്രോഗ്രാം കൊണ്ട് ഏറ്റവും കൂടുതൽ സുരക്ഷയും സംരക്ഷണവും പ്രയോജനവും ലഭിക്കുന്ന വീട്ടമ്മമാർക്ക് തന്നെയാണ്. കാരണം പുരുഷന്മാർ പലപ്പോഴും സഞ്ചരിക്കാറുണ്ട്, അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ആശുപത്രിയിൽ പോയി നോക്കാൻ സാധിക്കുമായിരിക്കാം. പക്ഷെ വീട്ടിൽ പലപ്പോഴും ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അല്ലെങ്കിൽ മറ്റ് ജോലികൾ കാരണം സമയമില്ലാതെ ആയിത്തീരുന്ന വീട്ടമ്മമാർക്ക് ഇങ്ങനെ ഒരു സൗകര്യം ലഭിക്കുകയാണെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. എന്തായാലും ഡോക്ടർ പറഞ്ഞതുപോലെ ഇതുപോലുള്ള ഒരു ഹോം ഹെൽത്ത് കെയർ സിസ്റ്റങ്ങളൊക്കെ ഭാവിയിൽ നമ്മുടെ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിലൊക്കെ വരികയാണെങ്കിൽ എത്ര ഉപകാരപ്രദമുള്ളൊരു കാര്യമാണ്. നമുക്കതുപോലെ സ്വപ്നം കാണാം അല്ലേ? അതുപോലൊരു ഹെൽത്ത് കെയർ സിസ്റ്റം എത്രയും പെട്ടെന്ന് വരട്ടെ, ഈ കേരളത്തെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ എല്ലാ രോഗങ്ങളിൽ നിന്ന് വിമുക്തമാക്കാൻ സാധിക്കട്ടെ എന്ന്. എന്തായാലും ഇന്നത്തെ ചാറ്റ് ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും പുതിയ വിഭവങ്ങളുമായി വരുന്നത് വരെ നമസ്കാരം.